ഹായ് എവ്രി വൺ, നമ്മൾ ഇന്നുള്ളത് ഫുക്കറ്റിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഫിഫി ഐലാൻഡ് ആണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് ഹോട്ടലിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വന്നിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹാർബർ ഏരിയയിലെത്തി. ഇവിടുന്ന് നമ്മൾ സ്പീഡ് ബോട്ട് വഴിയാണ് ബാക്കിയുള്ള എക്സ്പ്ലോറേഷൻ. അപ്പോൾ ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവർ വളരെയധികം ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവർ ഇൻസ്ട്രക്ഷൻ തരും, എങ്ങനെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഫാമിലി മൊത്തം ഉണ്ട്. വി ആർ എക്സൈറ്റഡ് ലൈക്ക് എനിത്തിങ്. സോ ലെറ്റ്സ് സീ. My name is Fifi. Nice to meet you. Yeah. Two island or Fifi Island actually. The big one, the main one here, we call it Fifi Don Island, everybody. Okay, Fifi Don Island is the main island. A lot of the hotel and resort over there, everything over there, like our restaurant. We're gonna go lunch at Fifi Don Island, the main island also. അവിടെ നമുക്ക് വിക്കിംഗ് കേവ് ഉണ്ട്, ഫിലെ ലഗൂൺ ഉണ്ട്, ലൊസാമ ബേ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ഐലൻഡിലോട്ട് പോകും, ഫിഫി ഡോൺ. അവിടെയാണ് ലഞ്ച്. പിന്നെ അവിടെ ഒരു മങ്കി ബേ. ലാസ്റ്റ് നമ്മൾ പോവുക കൈ ഐലൻഡിലേക്കാണ്. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ഒരു ഐലൻഡ് വിസിറ്റ്, 4 ഐലൻഡ് വിസിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സ്പീഡ് ബോട്ടിലാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ വളരെയധികം കൈയൊക്കെ പിടിച്ച് അകത്ത് കയറി Welcome everybody to Fifi Island. Everybody, if you look at the back side there, that is Fifi Don Island. Yeah, that's the main island. We're gonna go lunch over there, but not now, later. And over here we are in front of the Viking Cave. നമുക്കൊരു ലീഡർ ഉണ്ട്, അവരുടെ പേര് സി ആണ്. അപ്പോൾ സി നമുക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വിക്കിംഗ് കേവ് കണ്ടു, അതോടൊപ്പം നമ്മൾ മങ്കി ബേ കണ്ടു. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ പോകുന്നത് ഫിലെ ലഗൂണിലേക്കാണ്. അവിടെ നമുക്ക് സ്വിമ്മ് ചെയ്യാനുള്ളത്, ലഗൂണിൽ ഇറങ്ങിയിട്ട് നമുക്ക് സ്വിമ്മ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നോക്ലിംഗ് ആണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിള്ളേരുടെ കുട്ടികളൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അവരൊക്കെ സ്വിമ്മിങ് കോസ്റ്റ്യൂം, സ്നോക്ലിംഗ് ചെയ്യുക, അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ വെയർ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഉണ്ട് ഒരു ചിന്തയായിരുന്നു, നമ്മൾ പോകാൻ പോകുന്നത് കടലിലൂടെയാണ്, സ്പീഡ് ബോട്ടാണ്, എങ്ങനെയായിരിക്കും അഡ്വെഞ്ചർ എന്നുള്ള വളരെയധികം ഒരു ഡൗട്ട്ഫുൾനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമ്മൾ സൈഡിൽ ബീച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.